ഇലാഹ ഇല്ലല്ലാഹ് ലാ 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 ഇലാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സൂര്യനാണ്. അതിനെ ഉൾക്കൊള്ളാൻ ഈ നേത്രങ്ങൾ പര്യാപ്തമല്ല. ഈ മാംസചക്ഷുസികൾക്ക് താങ്ങാനുള്ള കെൽപ്പ് ഈ പാടകൾക്ക് ഹബീബായ നബിയെ കാണാനുള്ള കെൽപ്പില്ല. ആരാ നബിയുടെ തനി രൂപം കണ്ടിട്ടുള്ളത്? സയ്യിദത്തുനാ ബീവി ആയിഷ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ ജീവിതത്തിൽ ഒന്ന് രണ്ട് തവണ കണ്ടിട്ടുണ്ട്. മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ആ സംഭവം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടുത്തെ ജീവിതത്തിനിടയിൽ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പൂർണ്ണ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. മറ്റാർക്കും സാധാരണയായി മുഹമ്മദ് നബിയുടെ പൂർണ്ണ സ്വരൂപം കാണാൻ കഴിയില്ല. അള്ളാഹുവിന്റെ തികഞ്ഞ സൃഷ്ടിയാണത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എത്രമാത്രം സ്നേഹിക്കുകയും എത്രമാത്രം തന്റെ കഴിവുകൾ പ്രകടമാക്കുകയും ചെയ്ത ഒരു കവിതയാണോ അല്ലെങ്കിൽ ഒരു സൃഷ്ടിയാണോ അവിടുത്തെ ക്ലാസിക് എന്ന് സാഹിത്യ ലോകം പ്രചരിപ്പിക്കുന്ന പുസ്തകമാണോ ബാലികാരാസഖി, അതിനേക്കാൾ വലുതാണ് മുഹമ്മദ് നബിയെ സംബന്ധിച്ച്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി. ഇതൊരിക്കലും ദുനിയാവില് അതിനെ സംബന്ധിച്ച് വർണ്ണിക്കാൻ ഒരു കാര്യവും എടുത്തു പറയാനില്ല. എങ്കിലും ഞാൻ ഉപമിച്ചു എന്ന് മാത്രം. അതൊന്നും ഒരിക്കലും നബിയും അള്ളാഹുമായി ഉപമിക്കാൻ പറ്റിയതല്ല, എങ്കിലും പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹുവിന്റെ ക്ലാസ്, അള്ളാഹു അതിന് വലിയൊരു സൃഷ്ടി നടത്തിയിട്ടില്ല. ഏറ്റവും അഷ്റഫുൽ ഖൽഖ്. നാം പറയുന്ന വാക്കുകളുടെ പൊരുളുകളുടെ അർത്ഥങ്ങൾ വ്യർത്ഥമായി പോകരുത്. അത് ഉൾക്കാമ്പോടുകൂടെ ഈമാനികമായി വിശ്വസിക്കേണ്ടതാണ്. അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഉത്കൃഷ്ടൻ മുഹമ്മദുർ റസൂലുള്ളാഹി. സൗന്ദര്യത്തിലും തികവാൻ ഫഖൻ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. ഇൽമിന്റെ വിഷയത്തിലും ഖുൽഖിന്റെ വിഷയത്തിലും ഖൽഖിന്റെ വിഷയത്തിലും ഒന്നിലും തങ്ങളോളമെത്താൻ ഒരു പ്രവാചകനും കഴിഞ്ഞിട്ടില്ല നബിയേ. എല്ലാത്തിലും തികവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് കണ്ട ഈ അത്ഭുത പ്രതിഭാസത്തെ കണ്ട ഖുറൈശികൾ മുശ്രിക്കായി പോവരുത് എന്ന് മനസ്സിലാക്കി അള്ളാഹു പറയിപ്പിച്ചു. ഖുൽ, നബിയെ തങ്ങൾ പറയുക, ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞങ്ങളെ പോലത്തെ മനുഷ്യൻ തന്നെയാണ് കേട്ടോ, ഇങ്ങനൊക്കെ അത്ഭുതങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കി മനുഷ്യന്റെ പരിധിയിൽ നിന്ന് തന്നെ വിടണ്ട. അതാണ് ഇമാം ബുസൂരി തങ്ങൾ പറഞ്ഞത്, വൻസുബ് ഇലാ ദാതിഹി മാ ശിത മിൻ നിളമി വൻസുബ് ഇലാ ഖദരിഹി മാ ശിത മിൻ കറമി ദമദ്ദാതുഹുന്ന സാറഫി നബിഹിമി വകും ബിമാ ശിത മദ്ഹം ഫീഹി വതകിമി. ഏതായിരുന്നാലും ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, വൻസുബ് ഇലാ ദാതി, നബി തങ്ങളുടെ ദാത്തിലേക്ക് നിങ്ങൾ ചേർത്തോളൂ. മാ ശിത മിൻ ഇളമി, മഹത്വത്തിന്റെ നിങ്ങൾ ഉദ്ദേശിച്ച അത്രയും കൂടി പോകുന്ന ആരും പേടിക്കണ്ട. അത്രയൊന്നും പറയാൻ പാടില്ല എന്നാരും ചിന്തിക്കണ്ട. കാരണം പറയുന്നതിലപ്പുറാണ് നബി. നമുക്ക് പറയാനുള്ളതിലപ്പുറാണോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പിശുക്കണ്ട, ധൈര്യമായി പറഞ്ഞോ, ധൈര്യമായി വാഴ്ത്തിക്കോ. നീ എത്ര വാക്കുകൾ ഉപയോഗിച്ച് വാഴ്ത്തിയാലും വാക്കുകൾ പരാജയപ്പെട്ടു പോകും. എന്നല്ലാതെ മുഹമ്മദ് നബിയുടെ മഹത്വങ്ങൾ വർണ്ണിക്കാൻ മനുഷ്യ നിനക്ക് സാധ്യമല്ല. എന്നാലും ചിലർക്ക് സംശയം, എന്നാലും നിങ്ങളെ പോലോത്താന്ന് പറയേണ്ടിയിരുന്നില്ല, മനുഷ്യനാന്ന് പറഞ്ഞാ പോരെ. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് കാണാം, ആയിദ സൂറത്തിലോ മറ്റോ കാണാം, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി വലാ തായിരിൻ യതീറു ബിജനാഹൈഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും. ഭൂമി ലോകത്തിഴച്ച് നടക്കുന്ന മഞ്ഞച്ചേരകളും തവളകളും മാമകളും മുഴുവൻ ജന്തുജാലങ്ങളും എല്ലാ മൃഗങ്ങളും എല്ലാം തന്നെ ഇല്ലാ ഉമമുൻ അംസാലുക്കും, നിങ്ങളെ പോലത്തെ ഒരു സമുദായം തന്നെയാണ്. അള്ളാഹു പറഞ്ഞതാ. അള്ളാഹു പറഞ്ഞ മറ്റൊരു ആയത്താണ്, നിങ്ങളെപ്പോലൊരു സമുദായം തന്നെയാണ് ഈ ഞണ്ടും ഈ മുട്ടയും കൊതുകും എല്ലാ ജീവജാലങ്ങളും അരിച്ചു നടക്കുന്നതും പറന്ന് നടക്കുന്നതും ഒക്കെ നിങ്ങളെപ്പോലത്തെ സമൂഹം തന്നെയാണ് എന്ന് പറഞ്ഞപ്പെടുത്ത തവളയും അതേപോലെ തന്നെ ബിൽ ക്ലിന്റനും അതേപോലെ തന്നെ അബ്ദുള്ള രാജാവും ഒക്കെ ഒരുപോലെയാണ്.
അല്ലല്ലോ, ഒക്കെ വ്യത്യസ്ത പദവികളുണ്ട്. പിന്നെ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഭൂമി ലോകത്ത് ആകാശ എന്ന മേൽക്കൂരയ്ക്ക് താഴെ അള്ളാഹുവിന്റെ അതിഥികളായി, അള്ളാഹുവിന്റെ അടിമകളായി ജീവിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ ഓക്സിജൻ, അള്ളാഹുവിന്റെ വെള്ളം, അള്ളാഹുവിന്റെ വെളിച്ചം എല്ലാം ഉപയോഗപ്പെടുത്തി ജീവിക്കുന്ന വിഷയത്തിൽ നിങ്ങളൊക്കെ ഒരു സമൂഹം തന്നെയാണ് എന്നതുപോലെ അള്ളാഹുവിന്റെ അടിമ എന്ന വിഷയത്തിൽ മുഹമ്മദ് നബിയായ ഞാനും നിങ്ങളും ഒരുപോലെയാണ്. പക്ഷേ എന്നെ ജനിക്കുമ്പോൾ ജനിക്കപ്പെട്ടത് മാർക്കം കഴിഞ്ഞ നിലക്കാണ്. ഞാൻ ജനിച്ചത് സുജൂദിലേക്കാണ്. ഞാൻ ജനിച്ചത് സുഗന്ധത്തോടുകൂടെയാണ്. ഞാൻ ജനിച്ച സമയത്ത് സാവാ തടാകം പറ്റി വരണ്ട് പോയി. കിസ്റയുടെയും കൈസറിന്റെയും കൊട്ടാരങ്ങൾ കിടുകിട വിറച്ച് പോയി. ലോകത്തൊരു മഹാത്ഭുതം ജനനത്തിന്റെ സമയത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ തികഞ്ഞ വ്യക്തിത്വം ആഖിറത്തിലും ദുനിയാവിലും നമുക്ക് രക്ഷകൻ. അതെ, 5 നേരത്തെ വാങ്കുവിളിയിലൂടെ നാം 24 മണിക്കൂറും വാഴ്ത്തുന്ന വ്യക്തിത്വം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് പറഞ്ഞ ഉടനെ തന്നെ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആഴ്ചയിൽ മുസ്ലിങ്ങൾ വില്ലേജിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഖുത്ബ എന്ന ഔദ്യോഗികമായ പ്രഭാഷണത്തിൽ, ഇബാദത്തിൽ അതേ ഒരു അവിഭാജ്യ ഘടകമാണ് ഞാൻ. എന്നെ പറയാതെ ഖുത്ബ സഹിയാവില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ലോക മുസ്ലിങ്ങൾ ഏകദൈവ മതവിശ്വാസികൾ അവന്റെ ഏകദൈവത്വത്തിന്റെ അംഗീകാരം സാക്ഷാത്കരിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തടി കൊണ്ടെടുക്കുന്ന ഇബാദത്ത് നിസ്കാരം. ആ നിസ്കാരത്തിൽ പൂർത്തിയാവണമെങ്കിൽ എനിക്ക് സലാം ചെല്ലണം കേട്ടോ. മരിച്ചുപോയ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൺമറഞ്ഞു പോയ എന്നെ പേരെടുത്ത് വിളിക്കണം കേട്ടോ. സലാമു അലൈക അയ്യുഹൻ നബി. പരമാർത്ഥങ്ങളും സത്യങ്ങളുമാണിത്, നാം ചിന്തിക്കണം. അതുപോലെ തന്നെ കലിമത്തു തൗഹീദ് പൂർത്തിയാവണമെങ്കിൽ അള്ളാഹുവിന്റെ കൂടെ പറയണം മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ കലിമത്തു തൗഹീദിലും നിസ്കാരത്തിലും വാങ്കിലും ഖുത്ബയിലും ഇനി വേണ്ട മയ്യത്ത് നിസ്കാരം. ആ മയ്യത്ത് നിസ്കാരം പൂർണ്ണമാവണമെങ്കിലും റസൂലുള്ളാഹിന്റെ മേലുള്ള സ്വലാത്ത് പോട്ടെ. ഇനി മരിച്ചു കഴിഞ്ഞാൽ ഖബറിലേക്ക് കൊണ്ടുവെക്കുന്ന സമയത്തതാ മലക്ക് ഒരു ഫോട്ടോ ആയി കടന്നു വരുന്നു. ഇത് മങ്കൂസ് മൗലൂദിൽ പറഞ്ഞതല്ല, നമുക്ക് വിശ്വസിക്കാൻ അതിൽ പറഞ്ഞാലും മതി. കാരണം അത് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ രചിച്ചതാണ്. അതുകൊണ്ട് അവരെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതേസമയം എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വിശ്വസിക്ക സ്വഹീഹുൽ ബുഖാരി മാത്രമല്ല മുസ്ലിമും അവർ രണ്ടുപേരും ഒത്തുനിവേദനം ചെയ്ത ഹദീസ്, മുത്തഫഖുൻ അലൈഹി എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീസ്. മരണപ്പെട്ട് ഖബറിലേക്ക് അങ്ങ് ഒരു മുഅ്മിനായ ഒരു മനുഷ്യനെ അങ്ങ് വെക്കപ്പെട്ടാൽ, ഒരു മുസ്ലിമിനെ വെക്കപ്പെട്ടാൽ ഒരു മലക്ക് ഹാജരാകുന്നു. ചോദ്യങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന്റെ മുമ്പോ അതാ വരുന്നു, ഒരു ഫോട്ടോ ആയിട്ട് വരുന്നു. എന്നിട്ട് ചോദിക്കുന്നു, അമാതദിരി ഹാദർ റജുൽ, ഈ മനുഷ്യനെ എനിക്കറിയുമോ? ഈ മനുഷ്യനെ എനിക്കറിയുമോ? ഞാൻ DNA ടെസ്റ്റ് ഒക്കെ നടത്തി നോക്കട്ടെ, കോശവും കേശമൊക്കെ ഒന്നെടുത്തൊന്ന് പരിശോധിച്ച് നോക്കട്ടെ, എന്നിട്ട് പറഞ്ഞു തരാ എന്നാണോ അവിടെ മറുപടി പറയുന്നത്? അല്ല, വളരെ വ്യക്തമായി സഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ് സഹോദരന്മാരെ. ബുഖാരിയുടെ ഹദീസിൽ കാണാം, മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവൻ യാതൊരു തടവും കൂടാതെ ഉടനെ പറയും, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതെന്റെ നേതാവ് ഹബീബായ നബിയാണ്. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ സമയത്ത് ആ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ജീവിതത്തിൽ കണ്ണുകൊണ്ട് ഹബീബിനെ നമ്മൾ കണ്ടിട്ടില്ല. ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ ഖബറിൽ നാം കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഫോട്ടോ കൊടുന്ന് കാണിക്കുമ്പോൾ ആ തങ്ങളെ കാണിക്കുന്ന സമയത്ത് യാതൊരു സലലും കൂടാതെ, ഒരു ഖുഫാവുമില്ലാതെ ഈമാന്റെ പ്രഭയിൽ പറയാനുള്ള മനസ്സ് അല്ലാഹു നൽകട്ടെ. ഇമാം ബുഖാരിയും മുസ്ലിം ഒത്തു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറയുന്നു, ഹാദാ റസൂലുള്ളാഹ്, ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് നബിയാണ്. അല്ലാത്തവൻ, നബിയുമായി അടുപ്പമില്ലാത്തവൻ, അവൻ പറയും, ലാ അദ്രി,
എനിക്കറിയില്ല. എന്റെ നാശമേ, എന്റെ നാശമേ, എനിക്കറിയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ മുഹമ്മദ് നബി നമ്മുടെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും ഒക്കെ ഉപകാരം നമുക്കുള്ള വ്യക്തിത്വം തന്നെയാണ്. അതാണ് അബ്ദുൽ ഖത്താബ് തങ്ങളും മറ്റുള്ളവരൊക്കെ നമ്മെ പഠിപ്പിച്ചത്. ആ നബിയെ നമ്മളും സ്നേഹിക്കുക ബാധ്യതയാണ്. സ്നേഹിക്കണമെന്ന് നമ്മോട് കൽപ്പിക്കുന്നു. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാന്മാരായ സ്വഹാബത്ത് റസൂലുള്ളാഹിനെ എങ്ങനെ സ്നേഹിച്ചു, അത് കഴിഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു ബറക്കത്ത് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയായിരുന്നു ഇപ്പൊ പലരും പറയും റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സുന്നത്തൊക്കെ നിസ്കരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരാൾക്ക് വേണം, സുന്നത്തുകൾ അധികരിപ്പിക്കണം. ആർക്കാണ് അതിന് സുന്നത്ത് പൂർണ്ണമായി നബിയെ അനുകരിക്കാൻ ആർക്കാ കഴിയുക? അതൊക്കെ അന്തല്ലാത്ത വർത്താനം. പൂർണ്ണമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞിട്ടുണ്ടോ? ഏറ്റവും ഈമാനുള്ള വ്യക്തി അദ്ദേഹമാണ്. ഇന്ന് അബൂബക്കർ സിദ്ദീഖ് ആവാം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവരൊക്കെ അങ്ങനെയാണ് ജീവിച്ചത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വിലാപം തങ്ങൾ പറഞ്ഞു, ഓ അബൂബക്കർ എന്നവരെ, അങ്ങയോളം എത്താൻ ഞാനാളല്ല, അങ്ങയോളം എത്താൻ എനിക്ക് കഴിയില്ല. എന്നിട്ടാണോ മുഹമ്മദ് നബിയുടെ മുഴുവൻ ഇത്തിബാഅ് പൂർണ്ണമായി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ ഖുർആനാകുക എന്നുള്ള നമുക്ക് കഴിയോ? കഴിയില്ല. പരമാവധി അത്രേ കഴിയൂ. ഇത്തിബാഅ് അത്രേ പരമാവധി അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതേ സമയത്ത് സ്നേഹം അങ്ങനല്ല. അത് മനുഷ്യ മനസ്സിന്റെ വികാരമാണ്. മുഴുവൻ കൊടുക്കാം, മുഴുവൻ കൊടുക്കാം. അവിടെ അളവുകളില്ല, കൺട്രോളില്ല. എത്ര കൊടുത്താലും ഏറെയല്ല. ഹബീബിനെയല്ലാതെ ഈ ലോകത്ത് ആരെ സ്നേഹിക്കാൻ? അതുകൊണ്ടല്ലേ പരമ്പരാഗതമായി മുഅ്മിനീങ്ങളായ മുഅ്മിനീങ്ങൾ പാടി വന്നത്, സൈനുദ്ദീൻ മഖ്ദൂം നമ്മെ കൊണ്ട് പാടിപ്പിച്ചത്, അന്തവും മുന്നമ്മബൂ മഹാറായിനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി യാ സയ്യിദി ഖൈറൻ നബി. അങ്ങ് ഞങ്ങളുടെ ഉപ്പയും ഉമ്മയുമാണോ നബിയേ? മക്കൾക്ക് സ്നേഹം ഉണ്ടാക്കി കൊടുക്കണം. ഹബീബിനെ കുറിച്ചുള്ള സ്നേഹം ഉണ്ടാക്കി കൊടുക്കണം. അതാണ് മഖ്ദൂമുമാര് നമ്മെ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബായ് ചെയ്താൽ പോരെ? എന്തിനായി ഇറച്ചും പത്തിരിയും മൗലൂദും റാത്തീബും? അതിന്റെ ആവശ്യമുണ്ടോ? അത് സ്നേഹമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സ്നേഹം പ്രകടിപ്പിക്കാൻ എന്തൊക്കെ മാർഗമുണ്ടോ അതൊക്കെ പ്രകടിപ്പിക്കാം. അതാണ് ബുസൂരി ഇമാം നമ്മോട് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ജൂതന്മാരും ക്രൈസ്തവരും അവരുടെ പ്രവാചകന്മാരിൽ ആരോപിച്ചത് നിങ്ങൾ ഉപേക്ഷിക്കുക. അത് വേണ്ട. അതെന്താ? ദിവ്യത്വമാണ്. ആ സ്റ്റേജിന്റെ തൊട്ടടുത്തുള്ള സ്റ്റേജ് വരെ മുഹമ്മദ് നബിയെ നമുക്ക് പുകഴ്ത്താം, ആദരിക്കാം. ഇലാഹാണ് അത് പറയാൻ പാടില്ല. അത് കഴിച്ചാൽ അള്ളാന്റെ സൃഷ്ടികളിൽ തികഞ്ഞ വ്യക്തിത്വം, സൂപ്പർമാൻ മുഹമ്മദ് റസൂലുള്ളാഹി, സൗന്ദര്യത്തിന്റെ പ്രതീകം, സൗന്ദര്യത്തിന്റെ ആകത്തുക മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കണ്ടുകൊണ്ട് കൈമുറിച്ചെങ്കിൽ ആ യൂസുഫിനേക്കാൾ മുഴുവൻ സൗന്ദര്യത്തിന്റെ ഉടമയായ മുഹമ്മദ് നബിയെ കണ്ടാൽ അറബികൾ പറയില്ലേ ഇത് ദൈവമാണ്? അപ്പൊ ദൈവമല്ല, അതിലപ്പുറമുള്ള ഏത് സ്ഥാനവും, അതിനടുത്തുള്ള ഏത് സ്ഥാനവും കൊടുക്കാം. ദൈവമല്ല, ഇലാഹല്ല, പൂർണ്ണ മനുഷ്യൻ, പൂർണ്ണനായ മനുഷ്യൻ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനും ആദരിക്കാനും പരിധികളില്ല. അതിനാരും പരിധി നിശ്ചയിക്കേണ്ടതുമില്ല. സഹാബത്ത് ഒരു പരിധി നമുക്ക് കാണിച്ചു തന്നില്ല. സഹാബത്ത് സ്നേഹിച്ച ഒരു രൂപം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്തൊരു സമൂഹമാണ് അവർ! വല്ലാത്ത സമൂഹം തന്നെ. സഹാബി പറയുന്നു, വല്ലാഹി ലഖദ് വഫത്തു അലൽ മുലൂകി വവഫത്തു അലാ ഖൈസർ വകിസ്റ വന്നജാശി. നജാശി രാജാവിന്റെ ദർബാറിലേക്ക്, കിസ്റയുടെ സിംഹാസനത്തിലേക്ക്, കൈസറിന്റെ ആ കൊട്ടാരത്തിലേക്ക്, പല രാജാക്കന്മാരുടെയും ദർബാറുകളിലേക്ക് ഞാൻ നിവേദക സംഘവുമായി കടന്നു ചെന്നിട്ടുണ്ട്. അവിടൊക്കെ ഞാൻ പോയിട്ടുണ്ട്. വല്ലാഹി ഇൻ റഅയ്തു മലിക്കൻ ഖത്തു യുഅല്ലിമുഹു അസ്ഹാബുഹു മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ.
ഒരൊറ്റ രാജാക്കന്മാരെയും ഞാൻ കണ്ടിട്ടില്ല. നജാഷിയുടെ അടുത്ത് ഞാൻ പോയപ്പോൾ, കൈസറിന്റെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ, കിസ്റിയുടെ കൊട്ടാരത്തിലേക്ക് ഞാൻ പോയപ്പോൾ, അതേ ഹെർക്കുലൂസിന്റെ കൊട്ടാരത്തിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ, ഇങ്ങനെ എല്ലാ രാജാക്കന്മാരുടെ അരികിലും വിവിധ സ്ഥലങ്ങളിൽ ഞാൻ ചെന്നിട്ടുണ്ട്. ഇൻറായിത്തു, ഞാൻ കണ്ടിട്ടില്ല, ഖത്തു തീരത്തന്നെ യുഅല്ലിമുഹു അസ്ഹാബുഹു, അവരുടെ അനുയായികൾ അവരെ ബഹുമാനിക്കുന്നത് മായുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദാ, മുഹമ്മദ് നബിയുടെ അനുയായികൾ അവിടത്തെ ബഹുമാനിക്കുന്നത് പോലെ, ആദരിക്കുന്നത് പോലെ ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആരാ പറയുന്നത്? അതേ മഹാനായ ഉർവത്ത് ഇബ്നു മസ്ഊദ് അസ്സഖഫി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, അതുപോലത്തെ ഒരു ബഹുമാനം ഞാൻ കണ്ടിട്ടില്ല. സ്വഹാബി പറയുകയാണ്. എന്നിട്ട് നിർത്തിയില്ല, വീണ്ടും പറയുന്നു, വല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം, ഇൻ തനഖമ നുഖാമതൻ, അടിവരയിട്ടുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ മനസ്സിൽ നാം സൂക്ഷിക്കേണ്ടതാണ്. ഞാൻ എന്റെ സാധാരണക്കാരോടാണ് പറയുന്നത്. ആരാണ് നബി? ആരാണ് മുഹമ്മദ് നബി? മൗലിദിലും അതേ മാംസവിതരണത്തിലും ഭക്ഷണ വിതരണത്തിലും മാത്രം സ്നേഹം പ്രകടിപ്പിക്കേണ്ട വ്യക്തിയാണോ? അല്ല, അതും പാടില്ല എന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്ന വ്യക്തിത്വമാണോ മുഹമ്മദ് നബിയുടേത്? അല്ല. സ്വഹാബത്ത് എങ്ങനെ സ്നേഹിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നു. സ്വഹാബത്ത് നബിയെ എങ്ങനെ സ്നേഹിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നു. അടിവരയിട്ടുകൊണ്ട് എന്റെ ചെറുപ്പക്കാരായ മക്കളെ മനസ്സിൽ സൂക്ഷിക്കുക. നമ്മുടെ നേതാവിൽ സ്നേഹിക്കുന്നതിന്റെ പരിധി മഹാനായ ഉർവത്ത് ഇബ്നു മസ്ഊദ് സഖഫി തങ്ങൾ പഠിപ്പിച്ചു തരുന്നു. വല്ലാഹി ഇൻ തനഖമ നുഖാമതൻ, ഹബീബായ നബിയെങ്ങാനും അങ്ങ് കാർക്കിച്ച് തുപ്പിയാൽ, ഇല്ലാ വഖഅത് ഫീ കഫി റജുലിൻ മിൻഹും, ഈ സ്വഹാബിമാരിൽ നിന്നുള്ള ഏതെങ്കിലും സ്വഹാബിയുടെ കയ്യിലല്ലാതെ അത് വീഴാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് തുപ്പിയാൽ ഏതെങ്കിലും സ്വഹാബിയുടെ കയ്യിലല്ലാതെ അത് വീഴാറില്ല. നാം ചിന്തിക്കണം, എന്താണ് ഈ പറയുന്നതിന് അർത്ഥം? അവസാനിച്ചില്ല. ഫദലക ബിഹാ വജ്ഹഹു വജിൽദഹു, എന്നിട്ടോ ഫദലക ബിഹാ, ആ തുപ്പുനീര് അവർ പുരട്ടുകയാണ്, വജ്ഹഹു അവരുടെ മുഖത്ത്, വജസദഹു അവരുടെ ശരീരത്തിലും. സഹാബത്തിനോട് ഇങ്ങനെ ചെയ്യണമെന്ന് ഖുർആനോ ഹദീസോ മുൻ ആഹ്വാനം നടത്തിയിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല. ബഹുമാനിക്കണം, ആദരിക്കണം, സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ഈ നിലക്ക് തുപ്പിയാൽ കൈകാട്ടി മേടിക്കുകയും മുഖത്ത് പുരട്ടുകയും ശരീരത്തിൽ പുരട്ടുകയും ചെയ്യണമെന്ന് മൗലൂദും റാത്തിബൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ ചെയ്യണമെന്ന ഒരാഹ്വാനം മൗലൂദെല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്ന് കേൾക്കുന്നവരുണ്ട്. ഉണ്ട്. മൗലിദ് എല്ലാരും മദ്ഹ് എല്ലാരും പറയാനും ചീർണി കൊടുക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇല്ല എന്ന് സങ്കല്പിക്കുക. ഞാൻ പറയുന്നു, അല്ല, ഞങ്ങൾ പറയുന്നു, ഹബീബിനെ സ്നേഹിക്കാൻ ആരും പറയേണ്ടതില്ല. പ്രസ്ഥാനത്തിന്റെ നായകൻ, ആ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്ന വ്യക്തികൾ സ്വാഭാവികമായും സ്നേഹിച്ചു പോകും. പ്രസ്ഥാനത്തോടുള്ള സ്നേഹമാണ്, ദീനിനോടുള്ള മഹബത്താണ്, അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്. ആ ഇഷ്ടമുള്ള മുഅ്മിനിന്റെ മനസ്സ് ആ ഇസ്ലാമിന്റെ നായകനായ ഹബീബിനെ കേൾക്കുമ്പോൾ, കാണുമ്പോൾ സ്നേഹിച്ചു പോകും കേട്ടോ. അത് സ്വാഭാവികമാണ്. അതിനൊരു ആദർശത്തിന്റെ ആഘോഷവും വേണ്ട, ഉത്ബോധനവും വേണ്ട. അതാണ് സ്വഹാബിമാരുടെ പ്രവർത്തനം നമുക്ക് വരച്ചു കാണിച്ചു തരുന്നത്. നബി തുപ്പിയാൽ കൈകാട്ടിക്കോളൂ, മേടിച്ചോളൂ എന്ന മുൻ ആഹ്വാനമില്ലാതെ തന്നെ ആയിരക്കണക്കിന് സ്വഹാബിമാര് ഓടി വന്ന് കൈകാട്ടുന്നു, തുപ്പുനീര് മേടിക്കുന്നു, അവർ കൈ മുഖത്ത് പുരട്ടുന്നു, ശരീരത്തിൽ പുരട്ടുന്നു. അവര് വിവരമില്ലാത്തവരാണ് അല്ലേ? എന്നാൽ അല്ലാഹു പറയുന്നു അവരെ കുറിച്ച്, ഖദിം തഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. സ്വഹാബിമാരെന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തെ അല്ലാഹു പരിശോധിച്ചറിഞ്ഞു പോയി. തഖ്വക്ക് പര്യാപ്തമായ വ്യക്തിത്വങ്ങളാണ്. അല്ലാഹു പറയുന്നു അവർ തഖ്വയുള്ള ഹൃദയത്തിന്റെ ഉടമകളാണ്. അവരുടെ പ്രവർത്തനമാണ് ഈ കാണിക്കുന്നത്. നമുക്കതാ വേണ്ടത്. നമുക്ക് അവരെ പിൻപറ്റിയാൽ മതി, മറ്റാരും വേണ്ട.
മറ്റൊരായത്തിൽ സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നാറിയ സംസ്കാരത്തിന്റെ ഉടമകളല്ല, ലോകത്തിന് സംസ്കാരം പഠിപ്പിച്ച അള്ളാഹു മീഡിയകളായി ഖുർആനിലൂടെ അവതരിപ്പിച്ച വ്യക്തിത്വങ്ങൾ അല്ലേ? അല്ലാഹു പറയുന്നു മറ്റൊരായത്തിലൂടെ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ. സൂറത്തുൻ നിസാ. പരിശുദ്ധ ഖുർആൻ പറയുന്നു സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യ കൂട്ടത്തിലുള്ള സ്വഹാബത്ത് മുഹാജിരികളും അൻസാറുകളും അവർ അല്ലാഹ് തൃപ്തിപ്പെട്ടവരാണ്. അല്ലാഹനെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവരെ പിന്തുടർന്നവരെയും അല്ലാഹ് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച സ്വഹാബത്തിന്റെ സ്വഭാവ രീതിയാണ് ഈ കണ്ടത്. മറ്റൊരു ഭാഗത്ത് കാണാം വജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ്. ജനങ്ങൾക്ക് ലോകത്ത് വരുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മാതൃകായോഗ്യരാണ് സ്വഹാബാ മീഡിയകളാണ്. ആ മീഡിയകളുടെ ജീവിത ശൈലിയാണ് ഇമാം ബുഖാരി നമുക്ക് വരച്ചു കാണിച്ചു തരുന്നത്. സഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ് ഞാൻ വായിച്ചത്. ഇൻ തനഖമ നുഖാമതൻ ഇല്ലാ വഖഅത ഫീ കഫി റജുലിൻ മിൻഹും ഫദലക ബിഹാ വജ്ഹഹു വജസദാ. മുഖത്തും ശരീരത്തിലും നബിയുടെ തുപ്പുനീര് പുരട്ടിപ്പോയി. ആ നബി വിളിച്ച് ആഘോഷയാത്ര നടത്തലല്ല, അവിടെയൊന്നും ഒതുങ്ങുന്നതല്ല പ്രവാചക സ്നേഹം കേട്ടോ. തുപ്പുനീര് മുഖത്ത് പുരട്ടിപ്പോയി. നമുക്കും തോന്നുന്നു ഒരറുപ്പ് അല്ലേ? അത് സ്നേഹമില്ലാത്തോണ്ടാ. സ്നേഹം ഉള്ളവർക്ക് സ്നേഹാധിക്യം ഉണ്ടാകുന്ന സമയത്ത് എന്തു ചെയ്യാൻ നമ്മളൊക്കെ തയ്യാറാണ്. നമ്മുടെ വ്യക്തി ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കുക. നമ്മുടെ ഉമ്മ ഭക്ഷിച്ചതിന്റെ ബാക്കി കഴിക്കാൻ നമുക്ക് വെറുപ്പുണ്ടോ? ഇല്ല. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുക അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുക, ആ സമയത്ത് നമ്മുടെ മുന്നിലിരിക്കുന്ന ഐശ്വര്യ റായ് അല്ലെങ്കിൽ മമത മോഹൻദാസ്, അതുമല്ലെങ്കിൽ മീരാ ജാസ്മിൻ പോലത്തെ മാദകത്തിടമ്പുകൾ എന്ന് നമുക്ക് തോന്നുന്ന പെയിന്റ് മുഖ്യ സാധനങ്ങൾ, വെള്ളത്തിട്ടാലെ കോലറി, അവരാണ് നമ്മുടെ മുന്നിലിരിക്കുന്നതെങ്കിൽ പോലും അവർ ഛർദിച്ചാൽ അത് വരെ തൊള്ള നോക്കിയിരുന്ന് ചെക്കന്മാരി ഇരുന്നേക്കും. ആ സമയത്ത് അവർ ഛർദിക്കുകയാണെങ്കിൽ അപ്പണിച്ച് മാറിയിരിക്കും. കാരണം അത് കുടിക്കാനും അത് മുഖത്ത് പറ്റുന്നതും ആരും സഹിക്കില്ല. അവരോടുള്ള സ്നേഹം, ആ തൊലിമ കാണുന്ന സ്നേഹം, ആക്റ്റും മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുന്ന പിമ്പലത്തെ കാണിക്കുന്ന ആക്റ്റുകളും അത്രയേ ഉള്ളൂ. അതേസമയം നമ്മുടെ അരികിലിരിക്കുന്ന നമ്മുടെ സഹോദരിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഛർദിച്ചതെങ്കിലും നജസാണ്, ശുദ്ധിയാക്കണം. പക്ഷേ മനസ്സിൽ വെറുപ്പുണ്ടാവാറുണ്ടോ? സ്നേഹം എത്ര ഉണ്ടോ സഹോദരിയോട് അതിനനുസരിച്ച് വെറുപ്പ് കുറയും. മകളാണെങ്കിലോ ഒട്ടും ഉണ്ടാവില്ല, ഉമ്മയാണെങ്കിലോ ഒട്ടും ഉണ്ടാവാൻ പാടുമില്ല. കാരണം ആ ഉമ്മയുടെ ശരീരത്തിൽ നമ്മൾ ഛർദിച്ചിട്ടുണ്ട്, വിസർജിച്ചിട്ടുണ്ട്. നാം ഒരിക്കലും മറക്കാത്ത ഒരു കാലമാണത് സഹോദരന്മാരെ. നമ്മളെ ഒരു ഭ്രൂണമായി സ്വീകരിച്ച്, അണ്ടമായും ഭ്രൂണമായും അവർ ഗർഭാശയത്തിൽ സ്വീകരിച്ചത് മുതൽ നമുക്ക് വേണ്ടി അവർ ജാഗ്രതയാണ്. കണക്ക് പറഞ്ഞു ചോദിക്കുന്നവരും ആട്ടി ഓടിക്കുന്നവരും ചീത്ത വിളിക്കുന്നവരും മരം കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്നവരും ഒക്കെ വാർത്തകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉപ്പയെയും ഉമ്മയെയും. ആ മനുഷ്യൻ എന്ന ഫോർമുല വയറ്റിലങ്ങ് ഊറിക്കഴിഞ്ഞാൽ ചടപടയെന്ന സ്റ്റെപ്പുകൾ ഓടിക്കയറിയിരുന്ന ചെറുപ്പക്കാരികൾ ഉള്ളിൽ വളരാൻ പോകുന്ന മകനെ മകളെ ഓർത്തുകൊണ്ട് വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് പിന്നീട് കയറുന്നത്. അതുമുതൽ അവൾ ജാഗ്രതയാണ്. നീ മരിക്കുന്നത് വരെ അത്രയും സ്നേഹത്തോടെ എന്നെ വളർത്തിയ നിന്റെ ഉമ്മ, ആ ഉമ്മയുടെ വിസർജ്യ വസ്തുക്കൾ, അത് മൂത്രമാണെങ്കിലും മറ്റെന്താണെങ്കിലും ഛർദിച്ചതാണെങ്കിലും നമുക്ക് വെറുപ്പുണ്ടാവില്ല. നജസാണ്, അത് വേറെ, അത് അതിന്റെ ഹുക്കുമ. നമുക്ക് ശരാശരി നല്ല മനുഷ്യനാണെങ്കിൽ അവന് വെറുക്കാൻ കഴിയില്ല. കാരണം അതിനേറെ അവരുടെ ശരീരത്തിൽ നമ്മൾ വിസർജിച്ചവരാണ്. അല്ലാഹു മാതാപിതാക്കളുടെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവരുടെ പൊരുത്തവുമുള്ള മക്കളായി അള്ളാഹു നമ്മുടെ മക്കളാക്കി തെരുമാറാക്കട്ടെ. എതിര് ചിന്തിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ സദസ്സിലുണ്ടെങ്കിൽ മാറി ചിന്തിക്കണം, തൗബ ചെയ്യണം, അവരെ കാല് പിടിച്ച് മാപ്പ് പറയണം. നീതികേട് അവര് നമ്മോട് കാണിച്ചിരിക്കാം, പക്ഷേ അതിന് പകരം ചോദിക്കാൻ നമുക്ക് അവകാശമില്ല. ഉപദേശിച്ചോളൂ വളരെ മാർദ്ദവമായ ശൈലിയിൽ,
വളരെ മമതയോടുകൂടെ എന്നല്ലാതെ ചോദ്യരൂപത്തിൽ അവരോട് സംസാരിച്ചു പോവരുത്. ഹബീബിന് വെറുപ്പാണ്, ഹബീബിന് ഇഷ്ടമല്ല. യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഹബീബ് ചോദിച്ചത്, വേണ്ട, നീ മാതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് സേവനം ചെയ്തോളൂ, അത് ചെയ്താൽ മതി, യുദ്ധത്തിന്റെ കൂലി നൽകാം. മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അടുപ്പ് എത്ര ഉണ്ടോ വെറുപ്പുണ്ടാവില്ല. പോട്ടെ, നമ്മുടെ ഭാര്യയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഛർദ്ദിച്ചതെങ്കിൽ ഉണ്ടാകുമോ? ഇല്ല. ഒരു നിമിഷം നാം രഹസ്യമായി ഒന്ന് ചിന്തിക്കുക. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് ചില വികാര തള്ളിച്ചുകളിൽ നമുക്ക് നജസ്സുകൾ വരെ നാം പരിഗണിക്കാറുണ്ടോ? വെറുപ്പ് കാണിക്കാറുണ്ടോ? എന്റെ മുഅ്മിനീങ്ങളെ, നാം ചിന്തിക്കുക. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളിൽ നിന്നൊന്നും വെറുക്കാൻ മുഅ്മിനിന് കഴിയില്ല. ഖുർആൻ പറയുന്നു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ. ഓ ജനങ്ങളെ, നബി മുഅ്മിനീങ്ങളോട് ഏറ്റവും കടപ്പെട്ട വ്യക്തിയാണ്. അവിടുത്തെ ഭാര്യമാര് അവരുടെ ഉമ്മമാരാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബത്ത് സ്നേഹിച്ച രൂപമാണ് ഞാൻ പറഞ്ഞത്. ഹദീസ് കഴിഞ്ഞിട്ടില്ല. ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, വഇദാ അമറഹും, നബി അവരോട് കൽപ്പിച്ചാൽ, ഇബ്തദറു അംറഹു, കൽപ്പന നിറവേറ്റാൻ വേണ്ടി അവർ ഉളരി ഓടുന്നതാണ്. വഇദാ തവല്ലാ, നബി തങ്ങൾ വളു എടുത്താൽ, കാദൂ യഖ്തതിലൂന അലാ വളൂഇഹി, ആ ജലഗണങ്ങൾ ഉറ്റി വീഴുമ്പോൾ അതെടുക്കാൻ വേണ്ടി അവർ തിരക്കിലാണ്, യുദ്ധത്തിലാണ്. വഇദാ തകല്ലമ, നബി തങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ, ഖഫ്ളു അസ്വാതഹും, അവർ ശബ്ദം താഴ്ത്തി കൂടെ സംസാരിക്കില്ല. ഇൻദഹു, നബി തങ്ങളുടെ അടുത്ത് വെച്ച്, വമാ യഹുദ്ദൂന അൻ-നളറ ഇലൈഹി തഅളീമൻ ലഹു, നബിയോടുള്ള ആദരവ് കാരണം കണ്ണുകൊണ്ട് തീഷ്ണമായി നബി അവർ ഉറ്റുനോക്കാറില്ല. ഇങ്ങനെയാണ് സ്വഹാബത്ത് നമുക്ക് മാതൃകയാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ച സ്വഹാബത്ത് ഹബീബിനെ സ്നേഹിച്ചത്. ഇങ്ങനെ സ്നേഹിക്കാൻ ഈ സദസ്സിലേക്ക് അഷ്റഫുൽ ഖൽഖ് കടന്നു വരികയാണെന്നൊന്ന് സങ്കല്പിച്ചു നോക്കി. സങ്കല്പിക്കാലോ? അങ്ങനെ കടന്നു വരികയാണെങ്കിൽ ആ നിലക്ക് റസൂലുള്ളാഹിനെ ബഹുമാനിക്കാനും ആദരിക്കാനും ഇക്കൂട്ടത്തിൽ ആരൊക്കെ തയ്യാറുണ്ടോ അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തി തെരുമാറാക്കട്ടെ. അതാരാണെന്ന് അല്ലാത്തവരാരാണെന്ന് ഞാൻ പറയുന്നില്ല. ഹബീബായ നബിയെ കുറിച്ച് ഇപ്പൊ അടുത്ത് പ്രബോധനം 2 മാസത്തിനിടയിലുള്ള ഒരു പത്രം, നമ്മളെ വലിയ ആലിമികളുടെ ഫോട്ടോ കയ്യിൽ കാണാം. ആ പത്രത്തില് ഒരു മൗദൂദി എഴുതിയതായി കാണാം. പിന്നെ ഹബീബായ നബി തങ്ങളുടെ ആസാറുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് ബറക്കത്തെടുക്കുക എന്നത് ശിർക്ക് തന്നെയാണ്. നാം ചിന്തിക്കണം സഹോദരന്മാരെ. അല്ലാഹു ആ വിഭാഗത്തിന്റെ ഷർറിനെ തൊട്ട് നമ്മുടെ മക്കളെയും നമ്മെയും കുടുംബത്തെയും ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാക്കട്ടെ. നാം എപ്പോഴും ദുആ ചെയ്യേണ്ടതാണ്. ഹബീബായ നബിയെ കുറിച്ച് ആണ് കളിക്കുന്നത്. പിന്നെ എന്ത് ഈമാനാണുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല ഈമാൻ, മുഹമ്മദുർ റസൂലുള്ളാഹ് അത് പൂർണ്ണമാവണം. മഹാന്മാരായ സ്വഹാബത്ത് അവിടുത്തെ തുപ്പുനീരും അവിടത്തെ വിസർജ്യ വസ്തുക്കളൊക്കെ തന്നെ ഞാൻ എണ്ണി പറയുന്നില്ല. അവർ ബറക്കത്തെടുത്തിട്ടുണ്ട്, അവരാദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്ത് മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഉപ്പാക്ക് വളരെയധികം പേടിയുണ്ട്. കാരണം കുറച്ച് ദുനിയാവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അവരുടെ താഴ്മയാണ് അവർ പറയുന്നത്. മകനെ വിളിച്ച് വസിയത്ത് ചെയ്യുന്നു. ഉപ്പാക്ക് ഒരു കാര്യമാണ് പറയാനുള്ളത്. ഉപ്പ വഫാത്തായി കഴിഞ്ഞാൽ മോനെ, ഉപ്പായുടെ കീസിൽ അതേ ഒരു വസ്ത്രമുണ്ട്. ഏതാണ് ആ വസ്ത്രം? ഹബീബായ നബി തങ്ങൾ ഒരു ദിവസം വുളൂഇന് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് എന്റെ ഷർട്ട് കീറിയത് കണ്ടപ്പോ ഹബീബിന്റെ ധരിച്ച ഷർട്ട് എനിക്ക് ഊരിത്തന്നു. ഞാനതൊരിക്കൽ ധരിച്ചു പിന്നീട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു അമാനത്ത് സ്വത്തായിട്ട്. എന്തിനു വേണ്ടിയാണ് സൂക്ഷിച്ചതെന്നറിയുമോ? എന്റെ കഫംപുടയിൽ വെക്കാനാണ്.
കഫംപുടയിൽ ഹബീബിന്റെ ഇത്രയും വലിയ തവസ്സുൽ ഇസ്തിഗാസ എന്താണുള്ളത് സഹോദരന്മാരെ? അള്ളാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ കാമിലാക്കി തരുമാറാകട്ടെ. മുആവിയ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി മകനെ വിളിച്ച് കൊടുക്കുന്ന വസിയ്യത്ത് ഭരണാധികാരിയാണ്, ഒരുപാട് ഭരണം നടത്തിയ നേതാവാണ്. ആ സ്വഹാബിയുടെ അന്ത്യാഭിലാഷം മകനോട് പറയുന്നത്, മോനെ, ആ ജനാസ കഫംപുട വിരിച്ചതിന് ശേഷം ഉപ്പയുടെ ജനാസ വെക്കുന്നതിന് മുമ്പ് ശരീരത്തിൽ ഒട്ടി നിൽക്കാൻ വേണ്ടി ഹബീബിന്റെ ഷർട്ട് എനിക്ക് ധരിപ്പിക്കണം മകനെ. സ്വഹാബിമാര് ഹബീബിനെ സ്നേഹിച്ചതാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം. ആ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു 10 കൊല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകം ഭരിക്കുന്ന സമയത്ത് ഈജിപ്തിന്റെ ഗവർണറായി ജോലി ചെയ്ത അബ്ദുല്ലാഹ് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്ത് മകനെ വിളിച്ച് വസിയത്ത് ചെയ്യുന്നു, മോനെ, ഉപ്പ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ സമയത്ത് ഹബീബായ നബിയുമായി വല്ലാത്ത ടച്ചായിരുന്നു, വല്ലാത്ത അടുപ്പമായിരുന്നു. നബി തങ്ങൾ എനിക്ക് കൈ തന്നിട്ടുണ്ട്, ഞാൻ ആ കൈ പിടിച്ചിട്ടുണ്ട്. ആ സമയത്തെങ്ങാനും ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ എനിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരുപാട് കാലം ദുനിയാവുമായി ഞാൻ ബന്ധപ്പെട്ടു പോയി മോനെ. ഹറാമ് ചെയ്തിട്ടല്ല എങ്കിലും ഭരണരംഗത്ത് വല്ലതും വന്നുപോയോ, ആരെങ്കിലും വല്ല വ്യക്തികളുടെയും അഭിമാനത്തിന് ഛേദം വരുത്തുന്ന പ്രവർത്തനം സംഭവിച്ചു പോയോ എന്നൊക്കെയുള്ള അവരുടെ സൂക്ഷ്മതയും കൊണ്ടുള്ള പേടിയാണ്. അതുകൊണ്ട് പറയുന്നു, മോനെ, ഉപ്പ വഫാത്തായി കഴിഞ്ഞാൽ ഉപ്പയുടെ കീസിൽ ഒരു പ്രത്യേക അളുക്കുണ്ട്. ആ അളുക്കിലതാ റസൂലുള്ളാഹി തങ്ങള് നഖം മുറിക്കുന്ന സമയത്ത് പൊട്ടിത്തെറിച്ച് വീണ നഖത്തിന്റെ പൊട്ടുകൾ ഉപ്പ എടുത്തു വെച്ചിട്ടുണ്ട്. അതേ ഹബീബ് മുടി വെട്ടുന്ന സമയത്ത് തെന്നിമാറി തെറിച്ച് വന്ന് വീണുപോയ ചെറിയ മുടി കഷ്ണങ്ങൾ ഉപ്പ സൂക്ഷിച്ചിട്ടുണ്ട്. ഉപ്പാനെ കഫംപുടയിൽ കെടുത്തിയതിന് ശേഷം ഉപ്പയുടെ 2 കണ്ണിലും മൂക്കിലും വായിലും ആ നഖപ്പൊട്ടുകളും ആ രോമകഷ്ണങ്ങളും ഇട്ട് തരണം മോനെ. എനിക്ക് വല്ല വസ്തുക്കളും എനിക്ക് ഉപകാരം ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് ഉപകരിക്കും മോനെ. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ഇതാണ് സ്വഹാബത്തിന്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് ഇന്നും തുടരുകയാണ്. ആ നബിയോട് അവർ അന്ന് കാണിക്കാൻ പറ്റിയിരുന്ന ശാരീരിക ബന്ധം പുലർത്താൻ പറ്റിയിരുന്നവർ ആ നിലക്ക് തുടങ്ങി വെച്ചത് ഇന്നും അണിമുറിയാതെ, അതേ വരി തെറ്റാതെ ആ കാലം മുതൽ അന്ന് മുതൽ ഇന്ന് വരെ അവിടുത്തെ അന്ത്യവിശ്രമ കേന്ദ്രത്തിലേക്ക് ജനങ്ങളുടെ പ്രവാഹമാണ്. റിഫായി ശൈഖ് തങ്ങള് അവിടെ ചെന്നു, ഫീ ഹാലത്തിൽ തുടങ്ങി അവിടുന്ന് ഒരുപാട് തപസ്സുര ചെയ്തുകൊണ്ടും മറ്റും ഹബീബിന്റെ കൈ ചോദിച്ചു. അതിനുശേഷം ഇതാ കടന്നു വന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ഉമറുൽ ഖാളി റളിയല്ലാഹു തആല അൻഹു, ആശിഖുർ റസൂൽ, മഖ്ദൂമുമാർ, അവരൊക്കെ തന്നെ ഹബീബിനെ വല്ലാതെ സ്നേഹിച്ചു വാഴ്ത്തി എഴുതി പാടി. അതാ ഉമറുൽ ഖാളി തങ്ങൾ അവസാന നബിയെ കാണാൻ മദീനയിലേക്ക് ചെന്നു. അവിടെ ചെന്നുകൊണ്ട് പാറാവുകാര് മദീനയിലെ റൗള ഷരീഫിന്റെ ഗേറ്റ് ഒന്ന് തുറന്നു തരാൻ പറഞ്ഞപ്പോൾ വിസമ്മതിച്ചു. അവരെ ആട്ടിയോടിച്ചു. ഉമറുൽ ഖാളി തങ്ങൾ മദീനയുടെ പൂമുറ്റത്തേക്ക് മലർന്നു വീണപ്പോൾ അവിടുത്തെ ദുർദഖവന പാടവം കൈരളി കണ്ടു, ലോകം കണ്ടു. പ്രവാചക സ്നേഹത്തിൽ ചാലിച്ചെടുത്ത കവിതകളങ്ങ് ശരം കണക്കെ അങ്ങ് പ്രവഹിച്ചു. യക്റമൽ ഖൽഖിമാ ലിലാക്റമൽ ഖുറമാ അലാ താബിക്കും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബിക്കും യർജുൽ ലതാലൽ ബുകായി ബിബാബിക്കും
عليكم والدمع من عينيه سال سجيما صلوا عليه وسلموا تسليما ما جف دم سال من عينين لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما ബ്രിട്ടീഷ് കോട്ടക്കൊത്തളങ്ങളെ പിടിച്ചുലച്ച മഹാനായ ഇന്ത്യയുടെ അഭിമാന സ്തംഭമായ ഉമറുൽ ഖാദി നവറല്ലാഹു മർഖദാ അങ്ങ് പാടിയപ്പോൾ ഹബീബിന്റെ ഗേറ്റ് അങ്ങ് തുറന്നു കൊടുത്തു എന്ന് മുത്തവാത്തിറായി ചരിത്രം നാം കേൾക്കുന്നു, അറിയുന്നു, വായിക്കുന്നു. ഹബീബിനെ കൺകുളിർക്ക കാണുന്നു. പട്ടാളക്കാരെ തോക്ക് കവിതയിൽ ലയിച്ച് താഴെ വീണുപോയി. ലോകം അമ്പരന്ന് പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവരൊക്കെ ഹബീബായ നബിയെ സ്നേഹിച്ച ശൃംഖലയാണ്. അവസാനമതാ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു, മാഖാന മുഹമ്മദുൻ നബാ അഹദിൻ മിർ റജുലിൻ മിർ റിജാലികും വലാകിർ റസൂലല്ലാഹ് വഖാതമൻ നബിയ്യീൻ വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമാ. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു വല്യമ്മയോട് കൂടെ കുടുംബം സന്ദർശിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ഷാമുകാരൻ കുട്ടി 8 വയസ്സുകാരൻ കൊള്ളക്കാര് പിടിച്ചു കൊണ്ടുപോയി ഏതോ കവരയിൽ കൊണ്ടുപോയി വിറ്റു. ആരോ മേടിച്ചു. അവസാനം അത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മൂത്താപ്പ ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കുറെ കുട്ടികളെ കൊടുന്ന കൂട്ടത്തിൽ ഈ സയ്യിദ് ചക്കനും റളിയല്ലാഹു അൻഹു അസ്തഗ്ഫിറുല്ലാഹൽ അലീം ആ ചെറിയ കുട്ടിയും ഉണ്ടായിരുന്നു. അതെ, അത് സ്വാഭാവികമെന്നോണം ഖദീജ ബീവി മൂത്താപ്പയെ കാണാൻ ചെന്നപ്പോൾ സമ്മാനമായി കുട്ടികളെടുത്തോളാം പറഞ്ഞപ്പോൾ വളരെ മുഖപ്രസന്നതയും കറുത്ത് കരിവാളിച്ച കരിമാടിക്കുട്ടനാണെങ്കിലും ആ മുഖത്ത് നല്ല ലക്ഷണം കണ്ടു, ബുദ്ധിയുടെ വൈഭവം കണ്ടു, നല്ല ലക്ഷണം കണ്ടു. ആ കുട്ടിയെ പിടിച്ചു കൊണ്ടുവന്ന് ഖദീജ ബീവിയും മുഹമ്മദ് നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന് നബി ആയിട്ടില്ല, 25 വയസ്സിൽ ഖദീജയെ കല്യാണം കഴിച്ച കാലഘട്ടത്തിലാണ് 8 വയസ്സുകാരൻ സെയ്ദ് കടന്നു വരുന്നത്. റസൂലുള്ളാഹിന്റെ വീട്ടിലെ ഒരു മകനെ പോലെ വളർന്നു. റസൂലുള്ളാഹിന്റെ പോറ്റുമകനോളം എന്ന് ലോകം പ്രശംസിച്ചു. ലോകത്ത് ഖുർആനിൽ റസൂലുള്ളാഹിന്റെ സഹാബിമാരിൽ പേരെടുത്തു പറഞ്ഞ ഒരേ ഒരു വ്യക്തി, ഖുർആനിൽ പേര് പറഞ്ഞ ഒരേ ഒരു സ്വഹാബി, ഫലമ്മാ ഖലാ സൈദൻ വതറൻ സവ്വജ്നാകഹാ, അല്ലാഹു നിക്കാഹ് ചെയ്തു കൊടുത്തു നബിക്ക് എന്ന് പറഞ്ഞ ആ സംഭവത്തിൽ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണ്. മറ്റൊരു സ്വഹാബിയുടെയും പേര് വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് ആ ഭാഗ്യം കിട്ടിയ വ്യക്തി റസൂലുള്ളാഹിന്റെ പോറ്റുമകൻ, ദത്തുപുത്രൻ എന്നൊക്കെ വളർന്ന് വളരെയധികം ചർച്ചകൾ നടന്ന ആ വ്യക്തിത്വം, ആ കുട്ടി കാണാതെയായി റസൂലുള്ളാഹിയോട് കൂടെ വളരുന്ന സമയത്ത് അതാ കുട്ടിയുടെ പിതാവ് കഅബും അതേ ഹാരിസയും കഅബും എളാപ്പയും കൂടി കഅബയിൽ വന്ന് തവാഫ് ചെയ്ത് അവിടുന്ന് കണ്ടുമുട്ടി. അവിടുന്ന് വിവരമറിഞ്ഞു. അങ്ങനെ അവര് വന്നു റസൂലുള്ളാഹിന്റെ വീട്ടിൽ ചെന്നു. അതാ ഖദീജ ബീവിയുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, ഞങ്ങളുടെ മകൻ ഇവിടെ ഉണ്ട്, വിട്ടുതരണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ മകനെ വിളിച്ചു കൊണ്ടുവന്നു. എന്ത് സമ്മാനം വേണമെങ്കിലും തരാം, ഞങ്ങൾക്ക് വിട്ടുതരണം. നബി പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു സമ്മാനവും എനിക്ക് തരണ്ട, അവന് സമ്മതമാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളൂ, നിങ്ങളുടെ മകനല്ലേ, അതുകൊണ്ട് കൊണ്ടുപോയിക്കൊള്ളൂ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ആ സമീപനം അവർക്ക് ഇഷ്ടപ്പെട്ടു. അവസാനം തങ്ങളുടെ മുന്നിൽ വെച്ച് കുട്ടിയോട് ചോദിച്ചു, തങ്ങൾ ചോദിച്ചു, ഈ 2 വ്യക്തികളെ നീ അറിയുമോ? ഇതാരാണ് മോനെ? കുട്ടി പറഞ്ഞു, അതാ അബീ, ഹാരിസ എന്റെ പിതാവാണ്, മറ്റതെന്റെ സഹോദരനാണ്, പിതാവിന്റെ സഹോദരനാണ്, ഇവരെ കൂടെ നീ പോകണോ? ആ സമയത്ത് അവരും പറഞ്ഞു, മോനെ, ഉമ്മ കാത്തിരിക്കുന്നു, നിന്റെ വല്യമ്മ കാത്തിരിക്കുന്നു, വരൂ ഞങ്ങളുടെ കൂടെ. കുട്ടി പറഞ്ഞു, ഇല്ല ഇല്ല,
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 വയസ്സുകാരന്റെ സ്നേഹമാണ് സുഹൃത്തുക്കളെ. അള്ളാഹു മനസ്സിലിട്ട് കൊടുത്ത സ്നേഹം. അള്ളാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മക്കളെ സുന്നത്ത് ജമാഅത്തിലായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ. വഹാബി, മൗദൂദി, ഖാദിയാനി, അതുപോലെ തന്നെ തബ്ലീഗ് പോലത്തെ പുത്തൻ പ്രസ്ഥാനക്കാരിൽ അള്ളാഹു നമ്മുടെ മക്കളെ പെടുത്താതിരിക്കുമാറാക്കട്ടെ. സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന ചെറിയ കുട്ടി തന്റോടത്തോടെ പറയുന്നു, ഇന്നി റഅയ്തു ഫീ ഹാദർ റജുലി, ഞാൻ ഈ മനുഷ്യനിൽ ലശൈനൻ, വളരെ വലിയൊരു വ്യക്തിത്വം കാണുന്നുണ്ട്, വലിയൊരു മഹത്വം കാണുന്നുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അരികിൽ നിന്ന് ഞാൻ വിട്ടുവരില്ല ഉപ്പ. ഉപ്പയുടെയും ഉമ്മയുടെയും സ്നേഹത്തെക്കാളും ഒരു സ്നേഹം ഈ ഹബീബിൽ നിന്ന് എനിക്ക് ലഭിച്ചു പോയുപ്പ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ പറഞ്ഞത് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഹബീബിനെ സ്നേഹിക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. पुकारो या रसूल अल्लाह या हबीब अल्लाह, पुकारो या रसूल